നമ്മൾ പോകുന്നത് തെരഞ്ഞെടുപ്പ് പൂരം നടക്കുന്ന പുതുച്ചേരിയിലേക്കാണ്. അർജുൻ കല്യാട്, തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പൂരത്തിനൊപ്പം തൃശൂർ പൂരവും ഇങ്ങനെ കൊട്ടിക്കയറുന്ന സമയമാണ്. നമ്മൾ അതിലേക്ക് പോകുന്നുണ്ട്. ഘടകപൂരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തിനടുത്തുള്ള സംസ്ഥാനത്തിലെ ചില ആളുകൾ കൂടി വോട്ട് ചെയ്യുന്ന പുതുച്ചേരിയിൽ എങ്ങനെയുണ്ട് പൂരം ആദ്യ മണിക്കൂറിൽ? രാജ്യത്ത് ഇന്ന് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മലയാളികൾ വോട്ട് ചെയ്യുന്ന ആകെയുള്ള ഒരിടം എന്ന് പറയുന്നത് ഈ മാഹി പ്രദേശത്താണ്. പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. എന്തായാലും ആവേശത്തിൽ തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണമെല്ലാം പുതുച്ചേരി മണ്ഡലത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ വോട്ടിംഗ് ശതമാനം ഏകദേശം 10% അടുക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ മന്ദഗതിയിലാണ് പോളിംഗ് എന്ന് പറയേണ്ടി വരും. കാരണം പോളിംഗ് ബൂത്തുകളിലൊന്നും തന്നെ കാര്യമായ തോതിലുള്ള തിരക്കില്ല. പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിലെ 30 വരുന്ന അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള പ്രചരണമാണ് ഈ മുന്നണികൾ നടത്തിയിട്ടുള്ളത്. മാഹി മേഖലയിൽ കാര്യമായ പ്രചരണങ്ങളൊന്നും മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഒരു ദിവസം സ്ഥാനാർത്ഥികൾ മാഹി മേഖലയിലേക്ക് എത്തി പ്രചരണം നടത്തി തിരിച്ചു പോകുന്ന പതിവാണ് ഈ മാഹി മേഖലയിൽ അല്ലെങ്കിൽ മാഹി പ്രദേശത്തുള്ള ഈ സ്ഥാനാർത്ഥികളുടെ പര്യടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പുതുച്ചേരിയിലും അതുപോലെ തന്നെ കാരക്കൽ നോർത്ത്, കാരക്കൽ സൗത്ത് തുടങ്ങിയിട്ടുള്ള ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള യാനം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ശക്തിയേറിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ് മുന്നണികളെല്ലാം നടത്തിയിട്ടുള്ളത്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള വൈദ്യലിംഗം മുൻ സിറ്റിംഗ് MP കൂടിയാണ് പുതുച്ചേരിയിൽ. അദ്ദേഹം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നേരെ എതിർ സ്ഥാനാർത്ഥിയായി NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള നമശിവായും മത്സര രംഗത്തുണ്ട്. എന്തായാലും ശക്തിയേറിയതും വാശിയേറിയതുമായ തിരഞ്ഞെടുപ്പ് പൂരം തൃശ്ശൂരിൽ നടക്കുകയാണെങ്കിൽ അതിൻ്റെ കിലോമീറ്ററുകൾക്ക് അടുത്തു തന്നെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. മാഹിയിൽ എല്ലാ ബൂത്തുകളും 31 ബൂത്തുകളാണ് മാഹിയിൽ ആകെ സജ്ജീകരിച്ചിട്ടുള്ളത്. ആ 31 ബൂത്തുകളും നിയന്ത്രിക്കുന്നത് വനിതാ പോളിംഗ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. രാജ്യത്തൊരിടത്തും ഇത്തരത്തിൽ മുഴുവൻ പോളിംഗ് ഉദ്യോഗസ്ഥരും വനിതകളെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോളിംഗ് നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ മാഹിയിലെ 31 പോളിംഗ് ബൂത്തുകളും വനിതകൾ നിയന്ത്രിക്കുന്നു. അതിനു പുറമെ പോളിംഗ് ഏജന്റുമാരായി രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിച്ചതും അതിൽ ബഹുഭൂരിപക്ഷം പേരും വനിതകളാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് ആവേശമാണുള്ളത്. ഏകദേശം 10%-നടുത്തേക്ക് പോളിംഗ് ശതമാനം എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുതുച്ചേരിയിലും അതുപോലെ തന്നെ മാഹിയിലുമെല്ലാം ഈ ശതമാനത്തിന് അടുത്തു തന്നെയാണ് പോളിംഗ് ശതമാനം ഉള്ളത് എന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോളിംഗ് സ്റ്റേഷനകത്തൊന്നും തന്നെ കാര്യമായ തോതിലുള്ള തിരക്കുകളൊന്നും തന്നെയില്ല. ഏകദേശം ഒരു 30 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ആളുകൾക്ക് വോട്ട് ചെയ്ത് മടങ്ങാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള ചെറിയ തോതിൽ ഒരു 10-20 പേർ മാത്രം വരി നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. മറ്റ് പോളിംഗ് ഈ സാമഗ്രികളുടെ ഒന്നും തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ എവിടെയും തന്നെ നമുക്ക് കാണാനും വേണ്ടി കഴിയില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറുകയാണ്. ഇപ്പോൾ 3 മണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിൽ 10%-ലേക്ക് പുതുച്ചേരിയിലെ പോളിംഗ് എത്തുന്നു. മാഹിയിലെ പോളിംഗ് 10% കടന്നിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. സുജയ.